അപ്പൊ നമ്മൾ 4 പേജസ് ക്രിയേറ്റ് ചെയ്തു. ഡാഷ്ബോർഡ്, മാപ്പ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽ, കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറയുന്ന 4 പേജസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൽ ഓരോ പേജസിലും നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണേ നോക്കാം. അപ്പൊ നമ്മൾ ഇത് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആ പേജിലാണ്. ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, അഡ്വഞ്ചർ വർക്സിന്റെ പ്രൊജക്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ആ ഒരു അഡ്വഞ്ചർ വർക്സിന്റെ ലോഗോ നമുക്ക് നമ്മളുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ആദ്യം ബ്രൗസറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മളുടെ എന്താ പവർ ബി ഐയിൽ കൊണ്ട് അത് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നേ നോക്കാം. നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് അഡ്വഞ്ചർ വർക്സ് ലോഗോ എന്ന് കൊടുക്കുമ്പം അത് കിട്ടും. ഇമേജസ് എടുക്കുക. കണ്ടോ, ഈ ലോഗോ ആണ് നമുക്ക് വേണ്ടത്. ദെൻ ഇത് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി റിപ്പോർട്ട് വ്യൂവിലാണ്. ഫസ്റ്റ് കിടക്കുന്നതാണ് റിപ്പോർട്ട് വ്യൂ. ഡാഷ്ബോർഡ് എടുത്തു. ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ടൂൾ വരുന്നുണ്ട്. അതെടുക്കുക. ഏത് ഫോൾഡറിലാണോ ഡൗൺലോഡ് ചെയ്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ലോഗോ അല്ലെങ്കിൽ ഇമേജ് പവർ ബിയിലേക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, കാർഡ്സ് ആൻഡ് മൾട്ടി റോ കാർഡ്സ് ആണ്. കാർഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരൊറ്റ വാല്യൂ മാത്രം ഡിസ്പ്ലേ ചെയ്യണമെങ്കിലാണ് നമ്മൾ കാർഡ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെഷർ ടേബിളിൽ യൂസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ഒക്കെ എന്താ, ഒറ്റ വാല്യൂസ് അല്ലേ ഉള്ളൂ. അഗ്രഗേറ്റിംഗ് ഫംഗ്ഷൻസ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു സം കാണാനായാലും ആവറേജ് കാണാനായാലും ലൈക്ക് ടോട്ടൽ ഓർഡേഴ്സ്, ടോട്ടൽ റവന്യൂ ഒക്കെ കണ്ടുപിടിച്ചത് ഒരൊറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ കാർഡ് എന്ന് പറയുന്ന ഒരു വിഷ്വലൈസേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർ ആദ്യം പറയുന്നത് എന്താ, ടോട്ടൽ റവന്യൂ ആണ് കാർഡിൽ ചെയ്യേണ്ടത്. അപ്പം പവർ ബി ഐ ഓപ്പൺ ചെയ്യാം. റൈറ്റ് സൈഡില് ബിൽഡിന്റെ അടിയിലാണ് ഈ വിഷ്വലൈസേഷൻ ടൂൾസ് വരുന്നത്. ഓക്കെ, അപ്പം ഇതില് കാർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 1 2 3 കൊടുത്തിരിക്കുന്നതാണ് കാർഡ് എന്ന് പറയുന്നത്. കാർഡ് ഇൻസേർട്ട് ചെയ്യാം. ദെൻ നമുക്ക് 2 മെത്തേഡിൽ ഇത് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ടോട്ടൽ ഓർഡേഴ്സ് ഒന്നുകിൽ ഇത് ഇവിടേക്ക് ഈ ഫീൽഡ്സിലേക്ക് ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ കാർഡിലോട്ട് ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലേക്കും ഡ്രാഗ് ചെയ്തിടാം. അപ്പം ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയലിൽ പോവാ. ദെൻ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് കൊടുക്കുക. അതിൽ ഓപ്ഷൻസ് എടുക്കുക. അതിൽ താഴെ പ്രിവ്യൂ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതില് ഓൺ ഒബ്ജക്ട് ഇന്ററാക്ഷൻ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ അൺടിക്ക് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അത് ടിക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക. ദെൻ ഓക്കെ നിൽക്കാം. അപ്പം ഓക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു പവർ ബി ഐ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഐക്കൺസ് കാണാൻ പറ്റുള്ളൂ. അതായത് ക്ലോസ് ചെയ്ത്, മീൻസ് സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത് വരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാ ഡ്രാഗ് ചെയ്തിടാ, ടോട്ടൽ ഓർഡേഴ്സ് എടുക്കുക. ദെൻ ഒന്നില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ട് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ നമുക്ക് ടോട്ടൽ ഓർഡേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റണം, അല്ലെങ്കിൽ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ സൈഡിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ. ഓക്കെ, ഫോർമാറ്റില് ഈ 3 ഡോട്ട്സ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാം എക്സ്പാൻഡ് ആയി വരും. അപ്പം നമുക്ക് എന്താ, കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ആക്കാം. അപ്പൊ അങ്ങനെ ആക്കുമ്പോ എന്താ, ഈ ന്യൂമറിക്കൽ വാല്യൂ കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ വാല്യൂവിന്റെ കളർ നമുക്ക് വൈറ്റ് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഈ ഫോർമാറ്റിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. ഫോണ്ട് മാറ്റുന്നത് കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ അടിയിലെ ടോട്ടൽ ഓർഡേഴ്സ് എന്ന് പറയുന്നതും വേണമെങ്കിൽ വൈറ്റ് ആക്കാം. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട്, മീൻസ് ആ ഒരു കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ ഫോണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്.